മുക്കാൽ കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് 3 തവണ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. 3 എഗ്ഗ് എടുത്തിട്ട് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ എഗ്ഗിൻ്റെ വൈറ്റിനകത്തേക്ക് നമുക്കൊരു 1/2 കപ്പ് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ പൗഡറും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് എഗ് വൈറ്റിൻ്റെ ആ ഒരു മിക്സിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു 2 പ്രാവശ്യമായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 200 ഡിഗ്രി 10 മിനിറ്റ്സ് ആണ്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഈ ഒരു മിക്സിനകത്തേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും കൂടെ ഉള്ളതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അത് നമുക്കൊരു 3 തവണയായിട്ട് ഇതിനകത്തേക്ക് അരിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ടൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.